അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ലേണിംഗ്, ഫോർത്ത് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്നുണ്ടെങ്കിലും മറ്റ് എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലേണിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ വിച്ച് ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ വരുന്ന ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്, അത് എൻവയോൺമെൻറ്റിൽ നിന്ന് സ്റ്റഡി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ലേണിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, വേരിയസ് തിയറീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ലേണിംഗ് എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോട്ട് നോക്കൂ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ കോട്ടാണ് ലേണിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ടെൽ മീ ആൻഡ് ഐ ഫോർഗെറ്റ്, ടീച്ച് മീ ആൻഡ് ഐ റിമെമ്പർ, ഇൻവോൾവ് മീ ആൻഡ് ഐ ലേൺ. അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അത് ഈസിലി ഫോർഗറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ച് തരികയാണെന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്ന സമയത്ത് അത് പിന്നീട് ഒരു സമയം നമ്മൾ വായിക്കുന്ന സമയത്ത് റിമെമ്പർ ചെയ്യാൻ പറ്റും. പക്ഷേ അതേ കാര്യം തന്നെ നമ്മൾ തന്നെ സ്വയം ഇൻവോൾവ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് പഠിച്ചിട്ടാണ് എടുക്കുന്നത്. അത് കൂടുതൽ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെ, ഒരു ടീച്ചർ പഠിപ്പിച്ച് തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ സ്വയം പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ലേണിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതാണ്, ഇൻവോൾവ് ആയിരിക്കണം. ഇൻവോൾവ് ആകുമ്പോഴാണ് ലേണിംഗ് കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ലേണിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എനി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓർ ബിഹേവിയറൽ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. അത് ഈസിലി ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. ഒരു തവണ ചേഞ്ച് ചെയ്താൽ റിലേറ്റീവ്ലി പെർമനൻറ്റ്, കുറച്ച് കാലത്തേക്ക് അത് പെർമനൻ്റ് ആയിട്ട് തന്നെ പോകും. പിന്നെ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിന് ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അത് റിലേറ്റീവ്ലി പെർമനൻറ്റ് ഇൻ നേച്ചറാണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്പീരിയൻസ്. അതായത് ഒരു എക്സ്പീരിയൻസ് വഴിയാണ് നമ്മൾ ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ക്വയർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെ പാസ് ചെയ്യണം. ആൻഡ് E.R. ഹിൽഗാർഡിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, എ പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പ്രിയർ എക്സ്പീരിയൻസ്. അതായത് നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ്റെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. ഒരു പ്രിയർ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത് വഴി ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ബിഹേവിയർ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനിൽ ഏതെങ്കിലും പഠിക്കുക. പിന്നെ ടെക്സ്റ്റിൽ 1-2 ഡെഫിനിഷൻസ് കൂടെ ഉണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഡെഫിനിഷൻ പഠിക്കാം. ദെൻ ഫീച്ചേഴ്സാണ് ഡെഫിനിഷൻസിൻ്റെ. ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ലേണിംഗ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ആണ് ലേണിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഗുഡ് ഓർ ബാഡ് ഫ്രം ആൻ ഓർഗനൈസേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാം ബിഹേവിയറിൽ എംപ്ലോയീസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം ചേഞ്ച് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനൻറ്റ്. അതായത് ബിഹേവിയറൽ ചേഞ്ച് വരുന്നത് പെർമനൻറ്റ് ഇൻ നേച്ചർ ആയിരിക്കും ആൻഡ് ടെമ്പററി ആയിരിക്കില്ല. അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ് റിയൽ ലൈഫിൽ നിന്ന് തന്നെ കോട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൻ്റെ ആ ഒരു ടൈമിലുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ നോർമൽ ബിഹേവിയറിനേക്കാൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ടെമ്പററിലി ചേഞ്ച് ആവുന്നതാണ്. ചിലപ്പോൾ ഒരുപാട് ഹാപ്പി അല്ലെങ്കിൽ ഒരുപാട് അഗ്രസീവായിട്ട് പെരുമാറുന്നവരുണ്ടാകും. അപ്പോൾ അത്
ഒരു ടെമ്പററി ചേഞ്ചാണ്, അതിന് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആ ഒരു ടെമ്പററി നേച്ചറുള്ളതാണ്. ഒരു പെർമനൻറ്റ് നേച്ചറിലേക്ക് അപ്പോൾ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ റിലേറ്റീവ്ലി പെർമനൻറ്റ് ഇൻ നേച്ചറുള്ള ബിഹേവിയർ ചേഞ്ചസിനെയാണ് ലേണിങ്ങിൽ പറയുന്നത്. ദെൻ ലേണിംഗ് കംസ് ത്രൂ എക്സ്പീരിയൻസ്. അതായത് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിനോട് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഡിഫറെൻറ്റ് നേച്ചറിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ സിറ്റുവേഷൻസും ഡിഫറെൻറ്റ് തിങ്സ് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ ആൻഡ് നീഡിനൊക്കെ അനുസരിച്ചിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. അപ്പം ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവാണ് റാദർ ദാൻ പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ഷൻ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലാണ് ലേണിംഗ് പഠിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് കനോട്ട് ബി ഒബ്സർവ്ഡ് ഡയറക്റ്റ്ലി. അതായത് ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് മാത്രമായിരിക്കില്ല ലേണിങ്ങിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, മറ്റൊരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കാം ലേണിങ് നടക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ്. ദെൻ നെക്സ്റ്റ് ലേണിംഗ് പ്രോസസ്സ് എന്താണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിലൊരു 4-5 സ്റ്റെപ്സ് ഉണ്ടാകും ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്റ്റിമുലസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകും. സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലി എന്ന് പറയുന്നത് ദാറ്റ് ഇമ്പൾസ് ആക്ഷൻ, അതായത് ഒരു ആക്ഷൻ ചെയ്യാൻ കാരണമാകുന്ന ഒരു റീസൺ ഉണ്ടാകും. അതിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആ കോസിനെ, ആ ഒരു റീസൺ എന്താണോ അതാണ് സ്റ്റിമുലസ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും. ആ എൻവയോൺമെൻറ്റിലുള്ള സ്റ്റിമുലസിൽ നിന്നും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ടിരിക്കും ലേണിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മളുടെ നീഡ് അതൊക്കെ പറയുന്നത് ഡ്രൈവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നീഡൊക്കെ. ഏറ്റവും കൂടുതൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ കൂടെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു നീഡ്, അതിനാണ് ഡ്രൈവ് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഡ്രൈവ് 2 തരത്തിലുണ്ടാകാം, ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. ഈ 2 ഡ്രൈവിൻ്റെയും കൂടെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഇതാകാം, അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ 2 ഡ്രൈവും. ഇതിൻ്റെ 2 ബേസിസിലാണ് ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈവ് അല്ലെങ്കിൽ ഇൻപുട്ട്. പിന്നെ നെക്സ്റ്റ് റെസ്പോൺസസ് ആണ്. ദ സ്റ്റിമുലസ് റിസൾട്ട് ഇൻ റെസ്പോൺസസ്. റെസ്പോൺസസ് മേ ബി ഫിസിക്കൽ ഫോം ആയിട്ടാകാം, അതായത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ ഫെമിലിയാരിറ്റി, പെർസെപ്ഷൻ, അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ഫോമിലായിരിക്കാം റെസ്പോൺസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിക്കലി ഒരു 2 സിറ്റുവേഷൻ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാനുള്ള നമ്മളുടെ കഴിവായിരിക്കാം. അങ്ങനെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലൊക്കെ റെസ്പോൺസസ് നടക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടിവേഷൻ is something that moves a person to action and continues him in the course of action already initiated. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകത്തിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മോട്ടിവേഷണൽ ഫാക്ടർ ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, സാലറി, വേജസ്, അതർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, വർക്ക് പ്ലേസിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ മോട്ടിവേഷനാണ്. എംപ്ലോയീസിന് കൂടുതൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നതും ലേണിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പിൽ വരുന്നതാണ്. 3rd സ്റ്റെപ്പാണ്. അതൊരു ഡ്രൈവ് ഉണ്ടാകും, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് ഉണ്ടാകും. ആ ഡ്രൈവിൻ്റെ ബേസിസിൽ, ആ നീഡിൻ്റെ ബേസിസിൽ നമ്മളൊരു റെസ്പോൺസ് ചെയ്യും ആൻഡ് അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ലേണിംഗ് സംതിങ്, സം ടൈപ്പ് ഓഫ് റിവാർഡാണ്. ഓക്കെ, അപ്പം
നമ്മളൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ റിവാർഡ് ചെയ്യപ്പെടും. ഇപ്പോൾ ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ അപ്രിസിയേഷൻ, ടോപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു റിവാർഡാണ്. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ, അതർ കൂടുതൽ ബെറ്റർ സാലറി, ഇതൊക്കെ റിവാർഡ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് റിവാർഡ് ചെയ്യപ്പെടുന്നുള്ള ആ ഒരു പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുമ്പം അത് ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം വീണ്ടും വീണ്ടും അത് പെർഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് റീടെൻഷനാണ്. റീടെൻഷൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റെബിലിറ്റി ഓഫ് ലേൺഡ് ബിഹേവിയർ ഓവർ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് റീടെൻഷൻ ആൻഡ് ഇറ്റ്സ് കോൺട്രറി ഈസ് നോൺ ആസ് ഫോർഗെറ്റിംഗ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാനുള്ള, അതായത് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചത് ഒഴിവാക്കില്ല, പിന്നെയും ചെയ്യണം ആ കാര്യം. അപ്പോൾ അതിനെ റിട്ടെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എബിലിറ്റിയാണ് റിട്ടൻഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു തവണ ചെയ്ത് പിന്നെ അത് ഫോർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ലേണിംഗ് പ്രോസസ്സിൽ അത് റീറ്റെയിൻ ചെയ്ത് പോകാനും കൂടെ കഴിയണം. അപ്പോൾ ആ റീടെൻഷനാണ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം 5 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് ഡ്രൈവ് വരും, ദെൻ റെസ്പോൺസസ്, മോട്ടിവേഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റീടെൻഷൻ. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് ഉള്ളത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. ഇപ്പോൾ പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ ഒക്കെ പോലെ തന്നെ ലേണിങ്ങും ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് തിയറീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറീസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കാണ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫ്രെയിം ഹൗ ഇൻഫോർമേഷൻ ഈസ് അബ്സോർബ്ഡ്, പ്രോസസ്ഡ് ആൻഡ് റീറ്റെയിൻ ഡ്യൂറിങ് ലേണിംഗ്. അതായത് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഇൻഫോർമേഷനാണ് അബ്സോർബ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, ആൻഡ് അതെങ്ങനെ റീറ്റെയിൻ ചെയ്തു പോകുന്നു, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്, ഡിഫറെൻറ്റ് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 3 കാറ്റഗറീസാണുള്ളത്. ഒന്ന് ബിഹേവിയറൽ തിയറി, ദെൻ സോഷ്യൽ തിയറി ഉണ്ട്, സോഷ്യൽ ലേണിംഗ് തിയറി, പിന്നൊന്ന് കോഗ്നിറ്റീവ് തിയറി. അങ്ങനെ 3 കാറ്റഗറീസാണുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഏതാണെന്ന് നോക്കാം. അപ്പോൾ തിയറീസ് ഓഫ് ലേണിങ്ങിൽ ഫസ്റ്റ് വണ്ണാണ് കണ്ടീഷനിങ് ഓർ ബിഹേവിയറൽ തിയറി. അപ്പോൾ കണ്ടീഷനിങ് തിയറി എന്താണെന്ന് നോക്കാം. According to behavioral psychologists, learning is indicated by a relatively permanent change in behavior or knowledge as a result of a learning. അതായത് ബേസിക് ആയിട്ടുള്ളതുപോലെ തന്നെ ലേണിംഗ് വഴി ഒരു പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ occur without any intention to learn and without a conscious awareness that something has been learned. അതായത് ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസ്സിൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നമുക്കറിയാം ഇൻറ്റൻഷനലി പഠിക്കാൻ അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. എന്നാൽ അതല്ലാതെ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ്ലി ലേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ആയിരിക്കാം ലേണിംഗ് നടക്കുന്നത്. അപ്പം ഇൻറ്റൻഷനലി ലേൺ ചെയ്യാം ഓർ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ നമ്മൾ ലേണിംഗ് പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈ കണ്ടീഷനിങ് തിയറിയിൽ മെയിനായിട്ടും 2 സബ്ബായിട്ട് കാറ്റഗറീസ് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ആ 2 തിയറീസാണ് ഇതിൽ സബ്ബായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്താണെന്നാണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുമ്പോൾ അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? റഷ്യൻ സുവോളജിസ്റ്റാണ് ഇവാൻ പാവ്ലോവ്. ഹീസ് എ നോബൽ പ്രൈസ് വിന്നറാണ്. അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പഠിച്ചിരിക്കണം. ആൻഡ് ഈ തിയറി പ്രകാരം ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ലേൺഡ് ബൈ എ റിപ്പീറ്റേറ്റീവ് അസോസിയേഷൻ ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് സ്റ്റിമുലസ് ആണ്. അതായത് അവിടെ ഒരു റെസ്പോൺസ് സ്റ്റിമുലസ് റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ റിസൾട്ടായിട്ടാണ് ബിഹേവിയർ ഒക്യൂർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ
ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ് ഈ ഒരു തിയറി ഇവാൻ പാവ്ലോ ഡെവലപ്പ് ചെയ്തത്. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡോഗിനെ ബേസ് ചെയ്തിട്ടാണ്. ഹി കണ്ടക്റ്റഡ് എൻ എക്സ്പെരിമെൻറ്റ് ഓൺ എ ഡോഗ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രോസസ്സ്. അപ്പോൾ ഈ തിയറി ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ്. ആ എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. അതൊരു കഥ പോലെ പഠിച്ച് വെക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇറ്റ് ഈസ് എ സിമ്പിൾ സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പാവ്ലോ പ്രസൻറ്റഡ് എ പീസ് ഓഫ് മീറ്റ് ടു ദ ഡോഗ്. അതായത് ഈ ലബോറട്ടറിയിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗിന് ഒരു പീസ് ഓഫ് മീറ്റ്, ഒരു മീറ്റിൻ്റെ പീസ് കൊടുത്തു. അപ്പം ഫുഡ് കാണുന്ന സമയത്ത് ഡോഗ് സലൈവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സലൈവേഷൻ പ്രോസസ്സിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് തിയറി വരുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോഗിന് മീറ്റ് പ്രസൻറ്റ് ചെയ്തു. ആ ഫുഡ് കാണുന്ന സമയത്ത് ഡോഗ് സലൈവേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് അയാളൊരു ബെല്ല് റിങ് ചെയ്തു. ഹി മിയർലി റിങ്സ് എ ബെൽ. ആ സമയത്ത് എന്ത് ചെയ്യും, ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാൽ ഒരിക്കലും നായ സലൈവേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് അയാളൊരു കൺക്ലൂഷനിലെത്തി. ബെല്ല് എന്ന് പറയുന്നത് സലൈവേഷനൊരു റീസൺ അല്ല, ബട്ട് ഫുഡ് എന്ന് പറയുന്നത് സലൈവേഷനൊരു റീസണാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പാവ്ലോ ചെയ്തത് ബെല്ല് റിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫുഡ് കൊടുത്തു, അതായത് മീറ്റ് കൊടുത്തു ഡോഗിന്. ഈ സമയത്ത് ഡോഗ് എന്ത് ചെയ്തു, സലൈവേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ടൈം ഇത് റിപ്പീറ്റ് ചെയ്തു. അതായത് ബെല്ല് റിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫുഡ് കൊടുക്കുന്നു. അതിനുശേഷം ഫുഡ് കൊടുക്കാതെ തന്നെ ബെല്ല് റിങ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് ഡോഗിന് മനസ്സിലാകും ഫുഡ് തരാനുള്ള ബെല്ലാന്ന് അറിയുമ്പം ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈവൻ വിത്തൗട്ട് പ്രസൻറ്റിങ് ദ ഫുഡ് ഡോഗ് എന്ത് ചെയ്യുന്നു, സലൈവേറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇനി ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് സ്റ്റഡി ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്ന് നോക്കാം. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുഡാണ്, അല്ലെങ്കിൽ മീറ്റാണ്, ഡോഗിന് പ്രസൻറ്റ് ചെയ്ത ഫുഡാണ്. അതൊരു കണ്ടീഷൻഡ് അല്ല, അൺകണ്ടീഷണലി ഡോഗിനെ സലൈവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഫുഡ് കണ്ട ഡോഗ് സലൈവേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ ആ ഒരു ഫാക്ടറിനോട് ഡോഗ് ഇൻവാരിയബിളി റിയാക്ട് ഇൻ എ സെർട്ടൻ വേ. അതാരും കണ്ടീഷൻ ചെയ്ത് കൊടുത്തതല്ല. അപ്പോൾ ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് റെസ്പോൺസ് ആയിട്ട് ചെയ്യുന്ന ഡോഗിൻ്റെ ആക്ഷനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് എക്സാമ്പിളിൽ പറയുമ്പം സലൈവേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഡോഗിനെ നമ്മളൊന്നും ചെയ്യുന്നതല്ല, ഡോഗിനെ സലൈവേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് അൺകണ്ടീഷണലി റെസ്പോൺസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് നടക്കുന്നു. ദെൻ തേർഡ് വൺ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഇവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ല് റാങ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈഡ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പം ദ ഒബ്ജക്റ്റ് ദ ഡസ് നോട്ട് ഇനീഷ്യലി ബ്രിങ് അബൌട്ട് എ ഡിസൈർഡ് റെസ്പോൺസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് എ ബെൽ. അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡിസൈഡ് റെസ്പോൺസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതായത് ഈ ഒരു കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെല്ല് റാങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സലൈവേഷൻ എന്നുള്ള പ്രോസസ്സ് ഫസ്റ്റിൽ കിട്ടുന്നില്ല. ഓക്കെ, അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ദെൻ അതിനെ കണ്ടീഷനിങ് പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പം, അതായത് ഫുഡ് ഈ ബെല്ല് റിങ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും. എ പർട്ടിക്കുലർ ബിഹേവിയർ ദാറ്റ് ദ ഓർഗാനിസം ലേൺ ടു പ്രൊഡ്യൂസ് ടു ദ വെൻ CS അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഈസ് പ്രസൻറ്റഡ്.
ഇത്രയാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള കാറ്റഗറി. ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, തിയറി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ടോട്ടൽ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു പാസീവ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു തിയറീൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാസീവ് ആണ്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ടോട്ടൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതിന് ഇതിന് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എങ്ങനെയാണ് ഇതൊരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ സ്റ്റഡി ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓർഗനൈസേഷനിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. ഓർഗനൈസേഷൻ ഫ്ലോറ് എപ്പോഴും ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പേഴ്സണൽ വിസിറ്റ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഇൻസ്പെക്ഷൻ അങ്ങനത്തെ ഒക്കെ ഒരു കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും നീറ്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ വിസിറ്റ് വരുന്ന സമയത്തുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അത് നമുക്കറിയാം, എന്ത് ചെയ്യണം, ഒരു ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ടായിരിക്കണം ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. ദെൻ ആ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് വരുന്ന അല്ലെങ്കിൽ നീറ്റ് ഗുഡ് ലുക്കിംഗ് ആവുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. പേഴ്സണൽ വിസിറ്റ് വരുന്നു എന്നുള്ളത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ആൻഡ് നമ്മൾ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഈ റൂട്ടീൻ ക്ലീനിങ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് റൂട്ടീനായിട്ട് നടക്കുന്നൊരു കാര്യം ആണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് വിസിറ്റ് വരുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് പറയാം. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് വരുന്ന കേസിൽ ക്ലീനിങ് നടക്കുന്നു, ആ ഒരു കേസാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണ്, അങ്ങനെ അതിനെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൂടുതൽ വർക്ക് ബിഹേവിയർ കൂടുതൽ അറ്റൻറ്റീവായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ. ദെൻ നെക്സ്റ്റ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. പാരൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത് നെക്സ്റ്റ് തിയറിയാണ്, ബിഹേവിയറൽ തിയറിയിൽ വരുന്ന നെക്സ്റ്റ് തിയറിയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇത് B.F. സ്കിന്നറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈസ് എ ഹാർവേർഡ് സൈക്കോളജിസ്റ്റ്. ദെൻ ഈ ഒരു തിയറി ബേസ് ചെയ്യുന്നത് people are likely to produce responses that are rewarded and will not produce any response that are neither followed by any reward nor punishment. അതായത് ഒരു ഓർഗനൈസേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നല്ല പെർഫോമൻസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് റിവാർഡ് ചെയ്യപ്പെടുമ്പോഴാണ്. ഒരു റിവാർഡോ പണിഷ്മെൻറ്റോ ഒന്നും തന്നെ കിട്ടുന്നില്ല, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി കൂടുതൽ പ്രൊഡക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിവാർഡ് സിസ്റ്റം, ബെറ്റർ റിവാർഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കൂടുതൽ ബെറ്റർ റെസ്പോൺസസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ റിവാർഡ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഈ ഒരു തിയറി പ്രകാരം ഒരു ഇൻഡിവിജ്വൽ എപ്പോഴും അവരുടെ ബിഹേവിയറും അതിൻ്റെ കോൺസിക്വൻസസും തമ്മിൽ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കും. അതായത് ഇയാളുടെ ബിഹേവിയർ എങ്ങനെ ഒരു കോൺസിക്വൻസസ് വരുത്താം, വെദർ അതൊരു കൂടുതൽ റിവാർഡ് സിസ്റ്റത്തിലേക്ക് പോവോ, കൂടുതൽ ഇപ്പോൾ സാലറി കൂട്ടുമോ അല്ലെങ്കിൽ പ്രൊമോഷനിലേക്ക് കൊണ്ടുപോവോ, അങ്ങനെ ഒരു പോസിറ്റീവ് റിവാർഡാണോ കിട്ടുക, അല്ലെങ്കിൽ ഇയാളുടെ ബിഹേവിയർ ഓർഗനൈസേഷനിൽ നിന്ന് പണിഷ്മെൻ്റ് ആണോ കൂടുതലായിട്ടും സീക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബിഹേവിയർ എങ്ങനെ കോൺസിക്വൻസിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു അസോസിയേഷൻ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ
Behavior is likely to be repeated if the consequences is favorable and not likely to be repeated if consequences are unfavorable. ഒരു ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമേ നമ്മളുടെ ബിഹേവിയർ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പെർഫോമൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്കിന്നർ. അപ്പോൾ ഇവിടെ ഉള്ള എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പം സ്കിന്നർ ഒരു റാറ്റിനെ വെച്ചിട്ടാണ്, ഇവിടെ ഒരു എലീനെ വെച്ചിട്ടാണ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹി പ്ലേസ്ഡ് എ റാറ്റ് ഇൻ എ ഗ്ലാസ് ബോക്സ്. അതിനെ സ്കിന്നർ ബോക്സ് എന്നാണ് പറയുന്നത്. ഒരു ഗ്ലാസ് ബോക്സ് ആണ്, അയാൾ സ്കിന്നർ ബോക്സ് എന്നാണ് ഈ ഒരു ബോക്സിനെ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കിന്നർ ബോക്സിൽ റാറ്റിനെ വെച്ചു. ആൻഡ് ദ ബോക്സ് ഹാവ് 2 ലിവേഴ്സ്, 2 ലിവറുള്ളൊരു ബോക്സാണിത്. ഓക്കെ, ദ 1 liver is attached to feeding tubes while the other produced electric shock. ഓക്കെ, അപ്പോൾ ഒരു 2 ലിവേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബോക്സാണ് സ്കിന്നർ ബോക്സ്. അപ്പോൾ ഇതിലൊരു എലീനെ കടത്തി വിട്ടു. ഇതിൻ്റെ ഒരു ലിവർ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കിട്ടും. ആൻഡ് മറ്റേ ലിവർ എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഷോക്ക് ഉണ്ടാകും, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകും. അപ്പം റാറ്റ് എപ്പോഴും ചെയ്യും, ഫസ്റ്റ് ലിവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുഡ് കിട്ടുന്നതാണ്. ആ ഫുഡ് കിട്ടുന്ന ലിവർ ഏതാണോ അത് പ്രസ് ചെയ്യാനാണ് റാറ്റ് കൂടുതൽ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് ടൈം അത് രണ്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ ഫുഡ് കിട്ടുന്നു, ഒന്നിൽ ഷോക്ക്. അപ്പം രണ്ടാമത്തെ ടൈമിന് റാറ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ലിവറായിരിക്കും. കാരണം അതിന് റിവാർഡ് അല്ലെങ്കിൽ ഫുഡ് കിട്ടുന്നത് ഫസ്റ്റ് ലിവറിലാണ്. ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ് എന്ന് പറയുന്നത് ഫുഡാണ്. ഇവിടെ നെഗറ്റീവ് റിവാർഡ് എന്ന് പറയുന്നത് ഷോക്കാണ്. അപ്പോൾ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉള്ളതിനെ ഒരിക്കലും ഒരു എംപ്ലോയി പ്രിഫർ ചെയ്യില്ല. എപ്പോഴും പോസിറ്റീവായിട്ടുള്ളത് എന്താണോ അതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റാണ് ഇതിൻ്റെ ബേസായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിലാണ് ഈ ഒരു സ്കിന്നർ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി എപ്പോഴും മൈൻഡിൽ നിൽക്കണം. Then management can use the operant conditioning process successfully to control and influence the behavior of employees by manipulating its reward system. അതായത് ഒരു പാസീവ് ആയിട്ടുള്ളൊരു എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ റിവാർഡ് റെമ്യൂണറേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ബെറ്റർ പെർഫോമൻസ് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇനി അതല്ല, ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ഓർഗനൈസേഷണൽ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്ന തരത്തിലേക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ വെദർ ദേ ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ റിവാർഡ് സിസ്റ്റം ഓർ പണിഷ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് ബേസ് ചെയ്യുന്നത് ഈ ഒരു തിയറീൻ്റെ ബേസിസിലാണ്. ദെൻ reinforcement is anything that both increases the strength of response and tend to induce repetitions of the behavior. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ആ ഒരു റീഇൻഫോഴ്സ് ബിഹേവിയറിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മോട്ടിവേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പം മാത്രമേ ഉള്ളൂ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, റെസ്പോൺസ് കൂട്ടുന്നത്. അവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ബേസിക്കലി ഒരു ഓർഗനൈസേഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് 4 ടൈപ്പിലാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ലൈക്ക് എന്താ പറയുക, സാലറി, അങ്ങനെ പോസിറ്റീവായിട്ട് ബെറ്റർ കാറ്റഗറിയിലെയും ബെറ്റർ റെമ്യൂണറേഷൻ, ബെറ്റർ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാകാം, പണിഷ്മെൻറ്റ് പോലെ. ദെൻ എക്സ്റ്റൻഷൻ ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ജസ്റ്റ് ഈ ഒരു തിയറിയിൽ വരുന്നത്. ഇതാരാ ഡെവലപ്പ് ചെയ്തത്, ഏത് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ്, ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് പഠിക്കുക. ഇതെങ്ങനെയാണ് ഒരു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വർക്ക് ലൈഫിൽ, ഒരു ഓർഗനൈസേഷണൽ വർക്ക് ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
മെയിനായിട്ടും പറഞ്ഞു 4 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജീസാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടെന്ന് വയ്ക്കുക. ആ സെയിൽസ് പേഴ്സൺ ടാർഗറ്റഡ് സെയിൽസ് കോട്ട ഓരോരുത്തർക്കും ഓരോ സെയിൽസ്മാനും ഇത്ര കോട്ട അസൈൻ ചെയ്തിട്ടുണ്ടാകും. ഇത്ര സെയിൽസ് ഒരു മന്തിൽ എടുക്കണോ കോട്ട അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അത്രയും തന്നെ അസൈൻ ചെയ്ത് കൊടുത്ത അത്രയും സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അട്രാക്റ്റീവ് റിവാർഡ് സിസ്റ്റം കൊടുക്കുക. ഇപ്പോൾ കൂടുതലൊരു റെമ്യൂണറേഷനിൽ കൂടുതൽ കൊടുക്കുക, ബോണസ് അങ്ങനത്തെ മോട്ടിവേഷണലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും ആ ഒരു കോട്ട അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സെയിൽസ് പേഴ്സൺ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോണസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ്, ഒരു മോട്ടിവേഷനാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു ഡിസൈഡ് ബിഹേവിയർ അല്ല സെയിൽസ് പേഴ്സൻ്റെ അടുത്തുനിന്ന് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്മീഷൻഡ് സെയിൽസ് പേഴ്സൺ ആണ്, അവർ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ആ ഒരു സെയിൽസിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി പണിഷ് ചെയ്യപ്പെടും. അപ്പോൾ അവിടുത്തെ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിരിക്കും ഒരു എംപ്ലോയീൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു തിയറിയാണ് മെയിനായിട്ടും ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് ഹെഡിലെ സെക്കൻഡ് കാറ്റഗറി. ഇനി നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ്. സെക്കൻഡ് തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കോഗ്നീഷൻ? അത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോഗ്നീഷൻ റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് ഐഡിയാസ്, തോട്ട്സ്, നോളജ്, ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചും എൻവയോൺമെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡിയാസ്, തോട്ട്സ്, നോളജ് എല്ലാം കോഗ്നീഷനിൽ വരുന്നതാണ്. മെയിനായിട്ടും മൈൻഡ് റിലേറ്റഡ് ആണ് കോഗ്നീഷൻ എന്ന് പറയുന്നത്. ഒരു പ്രീ ഡിസ്പോസിഷൻസ് ഒക്കെ കോഗ്നീഷനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ഇതാരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ദിസ് തിയറി ഈസ് ഡെവലപ്ഡ് ബൈ എഡ്വേർഡ് ടോൾമാൻ. Okay, according to him, individuals not only respond to stimuli but also act on belief, thoughts, attitude, feelings and strive towards goals. അതായത് മറ്റ് രണ്ട് തിയറിയിലും മുന്നത്തെ തിയറിയിൽ പറഞ്ഞതുപോലെ ഒരു സ്റ്റിമുലസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ബിഹേവിയർ ഉണ്ടാകുന്നത്. ഹിസ് ഓൺ ബിലീവ്സ്, തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഫീലിങ്സ് അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നത്. സോ ഈ ഒരു തിയറീനെ സ്റ്റിമുലസ് ടു സ്റ്റിമുലസ് അപ്രോച്ച് എന്നും കൂടെ പറയാറുണ്ട്. ഈ ഒരു തിയറിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു റാറ്റിനെ വെച്ചിട്ട് തന്നെയാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അപ്പോൾ ഇൻ ഹിസ് ലബോറട്ടറി ഹീ പ്ലേസ്ഡ് എ ടീ മെയ്സ് എന്ന് പറയുന്നത് എലിക്കെണി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഇവിടെ ഒരു റാറ്റിനെ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഒരു ടീ ഷേപ്പിലുള്ള മെയ്സ്, അതായത് ഒരു റാറ്റിനെ അതിൽ കടത്തി വിടുമ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോവാൻ കഴിയുന്ന റൂട്ടുള്ളൊരു മെയ്സ് കൂടാണ്, ടീ ഷേപ്പിലുള്ളൊരു മെയ്സാണ്. ഓക്കെ, ഈ ടീ മെയ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഫുഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് റാറ്റിന് ഫുഡ് കിട്ടും. അത് ഈ റാറ്റിനെ റൈറ്റ് സൈഡിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ ഡേ ഹി സ്റ്റാർട്ടഡ് ദ റാറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദ മെയ്സ്. അതായത് സാധാരണയായിട്ട് റൈറ്റ് സൈഡിൽ ഫുഡ് ഉണ്ട് എന്നുള്ളത് റാറ്റിന് കണ്ടീഷണലി അറിയാവുന്നതാണ്. വൺ ഡേ ഹി സ്റ്റാർട്ടഡ് ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ട് ഓഫ് ദ മെയ്സ്. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി റാറ്റിൻ്റെ കണ്ടീഷൻഡ് ബിഹേവിയർ അനുസരിച്ചാണെങ്കിൽ അത് എന്ത് ചെയ്യുമായിരുന്നു, റൈറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യുമായിരുന്നു. പക്ഷേ റാറ്റ് ചെയ്തത് എവിടെയാണോ ഫുഡ് വെച്ചിരിക്കുന്നത് ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തതാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് എന്നുള്ള ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലി റാറ്റിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അവിടെ റാറ്റിൻ്റെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നറായിട്ടുള്ള സ്ട്രൈവ് എന്ന് പറയുന്നത് ഫുഡ് മാത്രമാണ്. അപ്പോൾ ഒരു ഫുഡ് എന്താണെന്നുള്ളത് എവിടെയാണെന്നുള്ളത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് റൈറ്റ് എന്നുള്ള ഒരു കണ്ടീഷൻ്റെ സ്റ്റിമുലിനേക്കാൾ അപേക്ഷിച്ച് ഫുഡ് എന്നുള്ള ഒരു സ്റ്റിമുലിനെ ബേസ് ചെയ്തുകൊണ്ട് റാറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് മറ്റ് തിയറിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്റ്റിമുലസ് ടു സ്റ്റിമുലസ് അപ്രോച്ചാണ്. അതായത് ഇവിടെ ഫസ്റ്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് അതിനെ റൈറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യാന്നുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു. പക്ഷേ ബേസിക്കായിട്ട് അതിന് ഫുഡ് എന്നുള്ള ഒരു സ്റ്റിമുലസ് ആണ് അവിടെ ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര തന്നെ കണ്ടീഷൻ ചെയ്താലും എന്താണോ നമ്മുടെ ഇന്നറായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് ബിഹേവിയർ വരുന്നതെന്നാണ് ഈ ഒരു തിയറിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത്രയാണ് കോഗ്നിഷൻ തിയറി അല്ലെങ്കിൽ കോഗ്നേറ്റീവ് തിയറി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് സോഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്, ആൽബർട്ട് ബണ്ടൂര. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം മറ്റ് രണ്ട് തിയറീസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത് അത് സോഷ്യൽ ലേണിംഗ് തിയറി കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബിഹേവിയറൽ തിയറി ആൻഡ് കോഗ്നിറ്റീവ് തിയറി. ഈ ഒരു സ്ലൈഡിൽ സോഷ്യൽ ലേണിംഗ് എന്നാണ് കമ്പൈൻ സോഷ്യൽ ലേണിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് മാറ്റിയിട്ട് കോഗ്നിറ്റീവ് എഴുതണം കേട്ടോ. കോഗ്നിറ്റീവ് തിയറിയും ബിഹേവിയറൽ തിയറിൻ്റെയും കോമ്പിനേഷനാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ലേണിങ്ങിൻ്റെ ഏത് ആസ്പെക്റ്റാണ് ഇവിടെ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ ഏത് ആസ്പെക്റ്റാണ് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസിനേക്കാളും കൂടുതൽ ഇന്നർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫീലിങ്സ് ആകാം, മൈൻഡ് സെറ്റ് ആകാം, നമ്മളുടെ ഐഡിയാസ് ആകാം, അങ്ങനത്തെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ. ദെൻ ബിഹേവിയറൽ ലേണിംഗ് തിയറിയുടെ ഏത് ആസ്പെക്റ്റാണെന്ന് വെച്ചാൽ ബിഹേവിയറൽ തിയറീസിൽ പറയുന്നുണ്ട് ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലീസിനോടുള്ള റെസ്പോൺസാണ് ബിഹേവിയറൽ തിയറീസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലീസിനോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബിഹേവിയറൽ തിയറിയുടെ ഫാക്ടറും കോഗ്നിറ്റീവ് തിയറിയിലെ സൈക്കോളജിക്കൽ ഫാക്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിയറിയിൽ സൈക്കോളജിസ്റ്റ് 4 റിക്വയർമെൻറ്റ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്: ഒബ്സർവേഷൻ, റീടെൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇങ്ങനെ 4 റിക്വയർമെൻറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ he believed that individual learn behavior by observing the others. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ വഴി ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ടെന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഇതും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ തിയറി. അപ്പോൾ അതിൽ ബണ്ടൂര ഡെവലപ്പ് ദിസ് തിയറി ബേസ്ഡ് ഓൺ ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്. ഒരു ഡോൾ വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് നടത്തിയത്. ഈ ബോബോ ഡോൾ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, ഒരുപാട് ചിൽഡ്രൻസിന് ബോബോ ഡോൾസ് കൊടുത്തു. ആൻഡ് ഹൗ ദേ റിയാക്ട് ടു ദിസ് ബോബോ ഡോൾ, അതാണ് ഇവിടെ സ്റ്റഡി ചെയ്തിരുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ ഡോൾസിനെ കൊടുത്തു. ആൻഡ് ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ലേണിങ്സ് ഓഫ് ദ ചിൽഡ്രൻ ദേ ബിഹേവ് ടു ദ ഡോൾ. അത് ഡിഫറെൻറ്റ് സ്റ്റൈൽസിലായിരുന്നു. ഇപ്പോൾ ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും ഓരോ ചിൽഡ്രൻ്റെയും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഒരു ചൈൽഡ് ഒരു ഫാമിലിയിൽ ഒരു സോഷ്യൽ വളർന്നു വന്നത്, അത് അവരുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഫിസിക്കലി ലവിങ് ലവിങ് ആൻഡ് കെയറിങ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു ചൈൽഡാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് ഡെവലപ്ഡ് ആയിരിക്കും.
അവർ ആ ഡോളിനോട് അവരുടെ ഡോളിനോട് ബിഹേവിയർ ചെയ്യുന്നത് വിത്ത് ദ സെയിം ലവ് ആൻഡ് കെയർ ആണ്. ആൻഡ് ഒരു അഗ്രസീവ് നേച്ചറുള്ള ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വയലൻ്റ് ആയിട്ടാണ് ആ ഒരു ഡോളിനോട് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ബിഹേവിയറിലും വന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വളർന്നു വന്നിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് നമ്മളുടെ പാരൻസ് അല്ലെങ്കിൽ സോഷ്യലിലുള്ള റോൾ മോഡൽസായിട്ട് കാണുന്ന സൊസൈറ്റിയിൽ റോൾ മോഡൽസായിട്ട് കാണുന്ന ആരാണോ അവരുടെയൊക്കെ ബിഹേവിയറിലൂടെ സ്റ്റഡി ചെയ്തത് അത് നമ്മളുടെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ നിന്ന് ആസ് ദ നെയിം സജസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സ്റ്റഡി ചെയ്യുന്നു എന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ സ്റ്റഡി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയറീസ് പറയുന്നത്.